Hi Kirat Jay and welcome back to my channel. കേരറ്റ്സ് 2026 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഫുൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്ന് ലഭിക്കാത്ത അപ്ഡേറ്റ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ട്രെയിൻ ഓടിക്കുന്ന ആ ഒരു ഡ്രൈവറിനെയാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ലോക്കോ പൈലറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അഥവാ ALP എന്ന് പറയുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രെയിൻ ഓടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ജോബ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കൂടി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു പോസ്റ്റിൽ നിന്ന് സാലറി നിങ്ങൾക്ക് എല്ലാ മാസവും 35,000 to 40,000 വരെ ലഭിക്കുന്നതാണ്. ആദ്യത്തെ മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ സാലറി നല്ല രീതിയിൽ കൂടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞ് ഫോം ഫില്ലിങ്ങും ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 2 ദിവസം ലേറ്റായി നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ റീസൺ ഇന്ത്യൻ ആർമിയുടെ ഒത്തിരി അപ്ഡേറ്റ് വന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് അങ്ങ് ബിസി ആയിപ്പോയി. ബട്ട് എന്നാലും നിങ്ങൾ പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു ഒറ്റ വീഡിയോയിൽ കൂടി തന്നെ. കുട്ടികളെ 2 ദിവസം ലേറ്റ് ആയാലും ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആ രീതിയിലുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എല്ലാ തവണയും വരുന്നത്. അതേ രീതിയിലുള്ള അപ്ഡേറ്റ് ഈ ഒരു ചാനലിൽ നിന്നും ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്, ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്ന് മുതലാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്? നോക്കൂ കുട്ടികളെ, മെയ് 15 മുതൽ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഉടനെ തന്നെ ഫോം ഫില്ലിംഗ് ചെയ്യാൻ നോക്കണം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 14 ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ കറക്ഷൻ വിൻഡോ. കുട്ടികളെ, നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. അത് കറക്ഷൻ ചെയ്യാനായിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും ജൂൺ 17 മുതൽ ജൂൺ 26 വരെ. ഈ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ 3 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ് മനസ്സിലായി, കറക്ഷൻ ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ നെയിം എന്താണ്? ജോബ് നെയിം എന്താണ് കുട്ടികളെ? അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അഥവാ ALP എന്നാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റ്. പിന്നെ ഇതൊരു ലെവൽ 2 പേ ലെവലാണ്. ഇനിഷ്യൽ പേ എന്ന് പറഞ്ഞാൽ 19,000 ആണ്. പക്ഷേ എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ അറൗണ്ട്ലി നിങ്ങൾക്ക് ആദ്യത്തെ മാസം തന്നെ 35,000 to 40,000 അടുത്ത് വരുന്നതായിരിക്കും. മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യം പറഞ്ഞാൽ A1 സ്റ്റാൻഡേർഡ് വേണം. നിങ്ങൾക്കറിയാം അവിടെ ഡ്രൈവിംഗ് ജോബാണ്. നിങ്ങൾ ഓടിക്കുന്ന ട്രെയിനിൽ എത്ര പേരുടെ ലൈഫാണുള്ളത്. അപ്പോൾ അത്രയും പേരെ വെച്ചുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐസൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ A1 സ്റ്റാൻഡേർഡുള്ള ഐസൈറ്റാണ് ഇവിടെ വേണ്ടുന്നത്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. OBC ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. SC/ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ 11,000+ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതായിരിക്കും. കേൾക്കുക കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് സോൺ വൈസ് വേക്കൻസി കാണാവുന്നതാണ് കേട്ടോ. ഓരോ സോൺ വൈസ് നിങ്ങൾക്ക് വേക്കൻസി കാണാം. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസിയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ PDF നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനൽ ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പ് ചാനലിലെ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. അതായത് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നോക്കാം. എന്താണ് കുട്ടികൾ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്? അതായത് സെലക്ഷൻ പ്രോസസ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കൂ കുട്ടികളെ. ഫസ്റ്റ് ആണ് CBT എക്സാം. സ്റ്റേജ് 1 എക്സാം ഉണ്ട്. സെക്കൻഡ് സ്റ്റേജ് CB2 എക്സാം 2 ഉണ്ട്. അതിനുശേഷം CBAT ഉണ്ട്. CBAT എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിന് നമ്മൾ സൈക്കോളജി ടെസ്റ്റ് എന്നും പറയാറുണ്ട്. അതിനുശേഷം DV അഥവാ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയുമാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇനി അടങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് CBT എക്സാം കഴിഞ്ഞാൽ എത്ര കുട്ടികളെയാണ് CBT എക്സാം 2ലേക്ക് വിളിക്കുന്നത്, ആ കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നതായിരിക്കും. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഫോം ഫില്ലിങ്ങിനെ കുറിച്ച്. നോക്കൂ കുട്ടികളെ, നിങ്ങൾ ഇതുവരെ RRBയുടെ ഒരു ഫോമും ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ആൾറെഡി ഏതെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതാണ് ഈ ഒരു അപ്ഡേറ്റിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികളെ നോക്കൂ, ഈ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. 15 എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിനകത്ത് ഈ ഒരു CBT എക്സാം കഴിഞ്ഞതിന് ശേഷം
അതായത് CBT-1 എക്സാം കഴിഞ്ഞതിന് ശേഷം CBT-2 എക്സാമിലേക്ക് നിങ്ങളുടെ വേക്കൻസി എത്രയാണോ അതിൻ്റെ 15 ഇരട്ടി കുട്ടികളെ വിളിക്കുന്നതായിരിക്കും. എത്രയാണ്? 15 ഇരട്ടി കുട്ടികളെ. ഇനി CBT-2വിന് ശേഷം നെക്സ്റ്റ് CBAT എക്സാമിലേക്ക് എത്ര കുട്ടികളെ വിളിക്കുന്നതായിരിക്കും? വേക്കൻസിയുടെ 8 ഇരട്ടി കുട്ടികളെ വിളിക്കുന്നതായിരിക്കും. അതാണ് ഈ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നേറ്റീവ് മാർക്കിംഗ് 1/3 ആണ് കേട്ടോ കുട്ടികളെ. എക്സാമിന് എത്രയാണ്? 1/3 ആണ്. പിന്നെ CBAT എക്സാമിന് നേറ്റീവ് മാർക്കിംഗ് ഇല്ല. തേർഡ് എക്സാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് സൈക്കോളജി ടെസ്റ്റിനകത്ത് നേറ്റീവ് മാർക്കിംഗ് ഇല്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സിഗ്നേച്ചറിൻ്റെ കാര്യത്തിൽ. കുട്ടികളെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്ററിൽ ഒരിക്കലും സിഗ്നേച്ചർ ചെയ്യരുത്. അതായത് RENJITH ഇതേ രീതിയിൽ നിങ്ങൾ സിഗ്നേച്ചർ ചെയ്യരുത്. നിങ്ങൾ സിഗ്നേച്ചർ ചെയ്യേണ്ടത് ഇതേ രീതിയിലായിരിക്കണം. അതായത് ജോയിനിങ് ലെറ്ററിലായിരിക്കണം. ക്യാപിറ്റൽ ലെറ്ററിൽ ഒരാളും സിഗ്നേച്ചർ ചെയ്യരുത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഇങ്കിലായിരിക്കണം നിങ്ങൾ സിഗ്നേച്ചർ ചെയ്യേണ്ടത്. അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം ഒന്നുകൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഏജ് റിലാക്സേഷൻ. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ഇളവ്, പിന്നെ OBC ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാസ്റ്റ് UR ആണെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് 27/1996 17/2008 ഇടയിലായിരിക്കണം. കാസ്റ്റ് OBC ആണെങ്കിൽ 27/1993 17/2008 ഇടയിലായിരിക്കണം. SC/ST ആണെങ്കിൽ 27/1991 17/2008 ഇടയിലായിരിക്കണം. വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു കാര്യം നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച്. ഇതും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏജ് ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞു, വേക്കൻസിയുടെ അപ്ഡേറ്റ് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. നോക്കൂ കുട്ടികളെ, 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 കാറ്റഗറി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെ ട്രേഡാണ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും പിന്നെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 3 കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ITI സർട്ടിഫിക്കറ്റ് വേണം. അതില്ലാന്നുണ്ടെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അതുമില്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് എക്സാമിനേഷൻ ഫീസ്. ടോട്ടൽ ഫീസ് വരുന്നത് 500 ആണ്. ആർക്കൊക്കെയാണ് കുട്ടികളെ വരുന്നത്? UR അതുപോലെ തന്നെ OBC കാറ്റഗറിക്കാണ് ഈ ഫീസ് വരുന്നത്. UR OBC കാറ്റഗറിക്കാണ് ഈ ഒരു ഫീസ് വരുന്നത്. ബാക്കി എല്ലാവർക്കും ആർക്കൊക്കെയാണ്? SC ST എക്സ് സർവീസ്മാൻ, ആൾ കാറ്റഗറി പെടുന്ന ഫീമെയിൽ, അവർക്കെല്ലാവർക്കും ടോട്ടൽ ഫീസ് വരുന്നത് 250 രൂപയാണ്. ഈ 250 രൂപ പ്രോപ്പറായിട്ട് റീഫണ്ട് ആവുന്നതായിരിക്കും. CBT എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം, സ്റ്റേജ് 1 എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈ 500 രൂപ ഫീസ് അടയ്ക്കുന്നവർക്ക് 400 രൂപ തിരിച്ച് ലഭിക്കുന്നതായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം. ഏതാണ്? CBT-1 എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം. ഇത്രയുമാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് മനസ്സിലായി കാണുമെന്ന്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് റീഫണ്ട് ഓഫ് എക്സാമിനേഷൻ ഫീസ്. അത് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. CBT എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് EWS സർട്ടിഫിക്കറ്റ്. നോക്കൂ കുട്ടികളെ, EWS സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് ഡേറ്റിനുള്ളിൽ ഉള്ളതായിരിക്കണം എന്നതിനെക്കുറിച്ച്. കുട്ടികളെ 2026 EWS സർട്ടിഫിക്കറ്റാണ് വേണ്ടുന്നത്. 1 ഏപ്രിൽ 2026 പിന്നെ 14 ജൂൺ 2026 ഇടയിലുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടുന്നത്. ഇതിനിടയിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ എടുത്തിരിക്കണം എന്നാണ് കുട്ടികളെ. 1 ഏപ്രിൽ 1 2026 14 ജൂൺ 2026 ഇടയിലുള്ള EWS സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. EWSൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഈ ഡേറ്റ് കഴിഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ഒരു വാല്യൂവും ഇല്ല, നിങ്ങൾക്കൊരു റിസർവേഷനും ലഭിക്കത്തില്ല. ആരും ഇത് മറന്നു പോകരുത്, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നോക്കാം സെലക്ഷൻ പ്രോസസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ. ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു CBT-1 ആണ് ആദ്യത്തെ സെലക്ഷൻ പ്രോസസ്സ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് റിട്ടേൺ എക്സാം. ആ റിട്ടേൺ എക്സാമിനകത്ത് എത്ര മണിക്കൂറിൻ്റെ എക്സാമാണ്,
ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന്, സബ്ജക്റ്റ് ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. നോക്കൂ കുട്ടികളെ, CBT 1 എക്സാം ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. 1 അവറിൻ്റെ എക്സാമാണ്. 75 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഇത് ക്വാളിഫൈ ചെയ്താലേ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, CBT 2 എത്രയാണോ വേക്കൻസി അതിൻ്റെ 15 ഇരട്ടി കുട്ടികളെയാണ് CBT 2 വിളിക്കുന്നത്. ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു തരാം. മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ സയൻസ് എന്നീ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ടോപ്പിക്കും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നോക്കാം. പാറ്റേൺ ആൻഡ് സിലബസ് CBT 2. CBT 2 അപ്ഡേറ്റ് നോക്കാം. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം ഇരിക്കുന്നത്. ഇതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വരാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, CBT 2 എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് നോക്കാം. CBT 2 പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയുടെ എക്സാം 90 മിനിറ്റ്സ് ആണ്, 100 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. പാർട്ട് ബിയിൽ 60 മിനിറ്റ്സിൻ്റെ എക്സാമാണ്, 75 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുട്ടികളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റാണ്, ഈ പാർട്ട് ബിയിൽ നിങ്ങൾ 35% മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ അങ്ങോട്ട് വാല്യുവേഷന് പോകത്തുള്ളൂ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും 50-50 റേഷ്യോ വെച്ചിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പാർട്ട് ബി ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പാർട്ട് ബി എന്ന് പറയുന്നത് ഏതാണ്? ഈ CBT 2 ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. CBT 2 പാർട്ട് എയും പാർട്ട് ബിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. ക്ലിയർ? 50-50 റേഷ്യോ ആണ് ഈ തവണ RRB അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും സെലക്ഷൻ പ്രോസസ്സിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. പേപ്പർ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. CBT 2 കഴിഞ്ഞ വർഷം ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഈ വർഷമല്ല, ഇത് ക്യാൻസൽ ആയിരിക്കണം. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇത് മാത്രമാണ് 100 മാർക്സിൻ്റെ അപ്ഡേറ്റ്. ഇനി പിന്നെ റിലവൻറ്റ് ട്രേഡ് അനുസരിച്ചിട്ടാണ് 75 മാർക്സിൻ്റെ ആ ഒരു എക്സാം എന്ന് പറയുന്നത്. ഏതാണ് ഈ കാണുന്നത്? 60 മിനിറ്റ് 75 ക്വസ്റ്റ്യൻ. ഇത് ട്രേഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഷെയർ ചെയ്ത ഈ സബ്ജക്റ്റ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യങ്ങളായിരിക്കും വരുന്നത്. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ കുട്ടികളെ. ഇനി നമുക്ക് പാർട്ട് ബിയിലെ ക്വാളിഫയിങ് ടെസ്റ്റ് ഓഫ് CBT 2 ക്വാളിഫിക്കേഷൻ വൈസ് ഗ്രൂപ്പിംഗ് ട്രേഡ് ടെസ്റ്റിൻ്റെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡ് അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് കാണാം. ഇതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെങ്കിൽ ഈ ട്രേഡ് ടെസ്റ്റ് കാണാം. ഇതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെങ്കിൽ ഈ ട്രേഡ് ടെസ്റ്റ് കാണും. ഇതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെങ്കിൽ ഈ ട്രേഡ് ടെസ്റ്റ് നിങ്ങളുടെ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ഞാൻ സ്കിപ്പും ചെയ്തിട്ടില്ല. ഇനി സിഗ്നേച്ചറിൻ്റെ കാര്യം ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ് തന്നെ സിഗ്നേച്ചർ ചെയ്തിരിക്കണം. ബ്ലാക്ക് ഇങ്ക് പെന്നാണ് യൂസ് ചെയ്യേണ്ടത്. വൈറ്റ് പേപ്പറിലാണ് സിഗ്നേച്ചർ ചെയ്യേണ്ടത്. സിഗ്നേച്ചർ മസ്റ്റ് ബി ഇൻ റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിലായിരിക്കണം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിലാകാൻ പാടില്ല കേട്ടോ. ഡിസ്ജോയിൻ ലെറ്ററിലും ആകാൻ പാടില്ല. ഡിസ്ജോയിൻ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പിട്ട് അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. സ്റ്റാർട്ടിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ആകാം. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ റണ്ണിങ് ലെറ്ററിലോട്ട് പോകാവുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് സിഗ്നേച്ചർ ചെയ്യാവുന്നതാണ്. എല്ലാ അപ്ഡേറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സൈസും കാര്യങ്ങളുമാണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫയൽ സൈസും അതുപോലെ തന്നെ സ്കാൻ ചെയ്യുന്ന സിഗ്നേച്ചർ സൈസും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ അവസരം ഞാൻ ഒരു നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. താഴെ നിങ്ങൾക്ക് നമ്പർ കാണാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ കുട്ടികളെ ആന ഡിഫൻസ് അക്കാഡമിയിൽ പ്രസൻ്റ്ലി ആർമിയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആർമി റാലിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 2026 SSCയുടെ ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അടിപൊളി പ്രിപ്പറേഷനാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ALP നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.